ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പോക്ക് ഏത് വഴിയിലേക്കാണെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമുക്ക് ഒരു മത്സരാർത്ഥികളെയും നമുക്കിപ്പോൾ ഈ സീസണിലുള്ള ഒരു മത്സരാർത്ഥികളെയും നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം 2 ദിവസം അവർ നന്നായിട്ട് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ പിറ്റേന്ന് തൊട്ട് അവരവരുടെ തനി കോണം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു മത്സരാർത്ഥിയും ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു ഉള്ളിൽ നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പുറത്ത് കടന്നിട്ട് ആളുകൾ തല്ലുകൂടുന്നത് ഇത് നല്ലപ്പോഴത്തെ അനുഭവമൊന്നുമല്ല. പക്ഷേ ഇത്തവണ അതിനെല്ലാത്തിനും വിപരീതമായിട്ട് കൂടുതലും തല്ല് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രമുഖ യൂട്യൂബേഴ്സ് തമ്മിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ രായണ്ണം പറയുന്ന കാര്യം കേട്ടിട്ട് വരാം. ഒന്നും മിണ്ടുന്നില്ല, എന്തെങ്കിലും നല്ല 2 വാക്ക് പറഞ്ഞിട്ട് പോ എന്നിങ്ങനെ മാടി വിളിച്ച എന്റെ ഉടപ്പുറന്നോട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇനി ഉടപ്പുറന്നോട്ടി ആരും ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പേര് പറഞ്ഞു എനിക്ക് അറിയാമായിരിക്കും. രേ വളി ചേച്ചി, അതെ, രേ വളി ചേച്ചി എന്നാണ് എന്റെ ഉടപ്പുറം ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത്, രേ വളി ചേച്ചി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ബിഗ് ബോസിന്റെ ഇങ്ങനെ ഈ പറയുന്ന ലൈവ് എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു നാറ്റം, ഒരു ചീഞ്ഞ നാറ്റം, ആരോ ഉരുകിച്ചാവണ ഒരു നാറ്റം, എവിടെ നിന്നാ ഈ സ്മെല്ല് മാറിയിട്ട് വയ്യായിരുന്നു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരാള് മാറി വെളുത്ത് ആ നാറ്റവും കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നമ്മുടെ രായണ്ണൻ ആർക്കിട്ടാണ് വെച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഇത്തവണ ആര് കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. എന്തായാലും കപ്പ് ആരടിച്ചാലും ഇല്ലെങ്കിലും യൂട്യൂബ് ചാനലുകൾക്കുള്ളിൽ കിടന്നിട്ട് നല്ല വൃത്തിയായിട്ട് യൂട്യൂബേഴ്സ് തമ്മിൽ അടിക്കുന്നുണ്ട്. അത് തന്നെ കാണാനൊരു രസമുണ്ട് എന്ന് പലർക്കും തോന്നും. അതത്ര രസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഈ ഒരു സീസൺ കഴിയുമ്പോൾ അടിക്കൊക്കെ ഒരു ശമനം കിട്ടിക്കോളും അല്ലേ?